ഡൈനോസറുകൾ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഭീമാകാര ജീവികളെയും അവരുടെ ആധിപത്യ കാലത്തെയും കുറിച്ചാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഇവ ഭരിച്ചിരുന്നുവെന്ന് നമ്മൾ അറിയാം. എന്നാൽ ഇതിലും അതിശയകരമായ ഒരു സത്യമുണ്ട്. ഡൈനോസറുകൾ ഭൂമിയിൽ വന്നതിന് മുൻപ് തന്നെ ജീവിച്ചിരുന്ന ചില ജീവികൾ ഇന്നും നമ്മുടെ ലോകത്തിൽ തുടരുന്നു. അതെ, ഇവ കാലത്തെ പോലും തോൽപ്പിച്ച ജീവികളാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവയുടെ രൂപത്തിലും സ്വഭാവത്തിലും വലിയ മാറ്റമില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇവയെ ലിവിംഗ് ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഡൈനോസറുകളെക്കാൾ പഴക്കമുള്ള 7 അത്ഭുതകരമായ ജീവികൾ. ആദ്യമായി ഹോഴ്സ്ഷൂ ക്രാബ്. കടൽ തീരങ്ങളിൽ ചിലപ്പോൾ കാണുന്ന ഈ വിചിത്ര ജീവി കുതിരയുടെ കാൽപ്പാട് പോലെ തോന്നും. പക്ഷേ ഇതിന്റെ ചരിത്രം കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ഏകദേശം 450 മില്യൺ വർഷം പഴക്കമുള്ളതാണിത്. ഡൈനോസറുകൾ വരുന്നതിന് മുൻപ് തന്നെ ഇവ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇതിന്റെ രക്തം നീല നിറത്തിലുള്ളതാണ് എന്നത് അതിശയകരമാണ്, കാരണം അതിൽ കോപ്പർ അടങ്ങിയിരിക്കുന്നു. ഇന്നും ഈ രക്തം മെഡിക്കൽ ടെസ്റ്റുകളിൽ ഉപയോഗിക്കുന്നു. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ ചെറിയ ജീവി സഹായിക്കുന്നു എന്നത് അതിന്റെ മഹത്വം കാണിക്കുന്നു. അടുത്തത് ജെല്ലിഫിഷ്. ഒരു തലയോ ഹൃദയമോ ഇല്ലാത്ത ജീവി, എന്നാൽ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ജീവികളിൽ ഒന്നാണിത്. ഏകദേശം 500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇവ കടലിൽ ജീവിക്കുന്നു. ഇവയുടെ ശരീരം 95% വെള്ളമാണ്, അതിനാൽ വളരെ ലളിതവും സുതാര്യവുമാണ്. ഡൈനോസറുകൾ വന്നും പോയി, പക്ഷേ ജെല്ലിഫിഷ് ഇന്നും അതേപോലെ കടലിൽ ഒഴുകുന്നു. ചില സ്പീഷീസുകൾക്ക് വീണ്ടും യുവാവസ്ഥയിലേക്ക് മടങ്ങാനുള്ള കഴിവുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ ചിലപ്പോൾ ഇമ്മോർട്ടൽ ക്രീച്ചർ എന്നും വിളിക്കുന്നു. മൂന്നാമത് നോട്ടിലസ്. കടലിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന ഈ ജീവി അതിന്റെ സുന്ദരമായ സ്പൈറൽ ഷെൽ കൊണ്ട് പ്രശസ്തമാണ്. ഏകദേശം 500 മില്യൺ വർഷം പഴക്കമുള്ള ഈ ജീവി ഇന്നും അതേ രൂപത്തിൽ തുടരുന്നു. ഇതൊരു ട്രൂ ലിവിംഗ് ഫോസിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ കണ്ണുകളും ശരീരഘടനയും വളരെ പ്രിമിറ്റീവ് ആയതാണ്. അതുകൊണ്ട് തന്നെ എവല്യൂഷൻ മനസ്സിലാക്കാൻ ഇത് വലിയ സഹായമാണ്. ശാസ്ത്രജ്ഞർക്ക് ഇന്നും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഏറെ താല്പര്യമുണ്ട്. നാലാമത് സീലക്കാന്ത്. ഈ മത്സ്യം ഒരിക്കൽ പൂർണ്ണമായും എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് കരുതിയിരുന്നു. എന്നാൽ 1938 ഇത് വീണ്ടും കണ്ടെത്തി. ഏകദേശം 400 മില്യൺ വർഷം പഴക്കമുള്ള ഈ മത്സ്യം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. ഇതിന്റെ ഫിൻസ് കാലുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങളിൽ നിന്ന് കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് എവല്യൂഷൻ ഉണ്ടായതിൽ ഇതിന് വലിയ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതൊരു ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. അഞ്ചാമത് സ്പോഞ്ച്. കടലിലെ ഏറ്റവും ലളിതമായ ജീവികളിൽ ഒന്നാണിത്. തലയും ബ്രെയിനും ഒന്നുമില്ല, എന്നാൽ ഏകദേശം 600 മില്യൺ വർഷമായി ഇവ ഭൂമിയിൽ നിലനിൽക്കുന്നു. ഇവ വെള്ളം ഫിൽട്ടർ ചെയ്ത് ജീവിക്കുന്നു. ദിവസത്തിൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ഇവ പ്രോസസ് ചെയ്യാൻ കഴിയും. ഇതിന്റെ ലളിതമായ ഘടന തന്നെയാണ് ഇതിന്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഇവ ഇന്നും നിലനിൽക്കുന്നു. ആറാമത് ലാംപ്രി. ഇതൊരു ഭയപ്പെടുത്തുന്ന മത്സ്യമാണ്. വട്ടത്തിലുള്ള ഒരു വായും അതിനുള്ളിൽ നിരവധി പല്ലുകളും ഉള്ളതാണ്. ഇത് മറ്റു മത്സ്യങ്ങളിൽ ഒട്ടിക്കിടന്ന് അവരുടെ രക്തം കുടിച്ചാണ് ജീവിക്കുന്നത്. ഏകദേശം 360 മില്യൺ വർഷം പഴക്കമുള്ള ഈ ജീവി ഇന്നും അതേ രീതിയിൽ തുടരുന്നു. ഇത് പ്രകൃതിയുടെ ഒരു വ്യത്യസ്തമായ, ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന വശം നമ്മെ കാണിക്കുന്നു. അവസാനമായി ടാർഡിഗ്രേഡ്. വാട്ടർ ബെയർ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ചെറിയ ജീവി മൈക്രോസ്കോപ്പിൽ മാത്രം കാണാവുന്നതാണ്. എന്നാൽ ഇതിന്റെ കഴിവുകൾ അതിശയകരമാണ്. ഇത് സ്പേസിലും ജീവിക്കും. അതിശക്തമായ ചൂടിലും ഫ്രീസിംഗ് കോൾഡിലും പോലും സർവൈവ് ചെയ്യും. റേഡിയേഷനെ പോലും ഇത് പ്രതിരോധിക്കും. ഏകദേശം 500 മില്യൺ വർഷം പഴക്കമുള്ള ഈ ജീവിയെ ഇൻഡെസ്ട്രക്റ്റബിൾ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ഇവയെല്ലാം നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ജീവന്റെ ശക്തി വലുപ്പത്തിലോ ഭയപ്പെടുത്തുന്ന രൂപത്തിലോ അല്ല, അഡാപ്റ്റബിലിറ്റിയിലും സഹനശേഷിയിലുമാണ് യഥാർത്ഥ ശക്തി. ഡൈനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി, എന്നാൽ ഈ ചെറിയ ലളിതമായ ജീവികൾ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. കാലം മാറിയാലും ഇവ നിലനിന്നു. അതാണ് ഇവയുടെ ഏറ്റവും വലിയ വിജയം.